എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒമാനിലേക്ക് ഫ്രീ വിസ അടക്കം 4 കമ്പനികളിലേക്ക് നിലവിൽ നമുക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പറയാനുള്ള മറ്റൊരു കാര്യം, ഈ 4 കമ്പനികളിലേക്കും ഇന്റർവ്യൂ ഉണ്ടാവുകയില്ല, CV സെലക്ഷൻ മാത്രമാണ്. CV സെലക്ഷനിൽ നിങ്ങൾ പങ്കെടുത്ത് പാസ്സായി കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന വേക്കൻസികളാണ് എല്ലാം തന്നെ. എല്ലാറ്റിലേക്കും ജോലിക്കാരെ അത്യാവശ്യമാണ്, അർജന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്ന, ജോലി ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഒമാനിൽ ജോലി നോക്കുന്നവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോരുത്. ഒമാനിലേക്ക് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഒരു കോഫി ഷോപ്പിലേക്കാണ്. കോഫി ഷോപ്പ് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട്. അതായത് ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യുക, അതേപോലെ ഫുഡ് സെർവ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള വർക്കുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. 120 ഒമാൻ റിയാലാണ് സാലറി വരുന്നത്. കൂടാതെ ഫുഡ് റൂമും അവൈലബിൾ ആണ്. മലബാർ ജില്ലകളിലുള്ളവരെയാണ് ഇതിലേക്ക് കൂടുതൽ പരിഗണിക്കുന്നത്. മുൻഗണന അവർക്കാണ്. എങ്കിലും മറ്റു ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് CV അയച്ചു കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ ഇതിലേക്ക് താല്പര്യമുള്ള 21-നും 30-നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള, മുടിയും താടിയും മീശയൊന്നും കൂടുതൽ വളർത്താൻ ആഗ്രഹിക്കാത്ത, കാരണം നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി കാര്യങ്ങൾ വെട്ടേണ്ടി വരും. താടി മീശ കാര്യങ്ങളെല്ലാം ട്രിം ചെയ്യുകയോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അത് അവനാന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ റൂൾസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് വേണമെന്നോ അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ വേണമെന്നോ, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയണമെന്നോ, അറബിക്ക് അറിയണമെന്നോ, അങ്ങനെ യാതൊരു തരത്തിലുള്ള യോഗ്യത കാര്യങ്ങളും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. മലബാർ ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടാതെ 21-നും 30-നും ഇടയിലായിരിക്കണം പ്രായം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539 128062 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു ബിഗ് ബോസ് പ്രേമിയല്ല. ഈ ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകനൊന്നുമല്ല. ഈ യൂട്യൂബിലെല്ലാം വൈറലായിട്ട് വരുന്ന ക്ലിപ്സ് മാത്രം കാണുന്ന ഒരാളാണ്. നിങ്ങളൊരു ബിഗ് ബോസ് പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി ഉണ്ടാവുമല്ലോ, അയാളുടെ പേരൊന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമുക്ക് നോക്കാം നമ്മുടെ ഈ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നുള്ളത്. നമുക്ക് ഒമാനിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഒരു ഫ്രീ വിസയാണ്. അതായത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസ് വരാത്ത ഒരു വിസയാണ്. ഒമാനിലേക്ക് ഒരു ബേക്കറിയിലേക്ക് സമൂസ മേക്കറെ ആവശ്യമുണ്ട്. ഈ സമൂസ ചുറ്റാനും അതേപോലെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെയാണ് ആവശ്യം. കൂടാതെ കിച്ചൺ വർക്കറായിട്ട് നിൽക്കേണ്ടി വരും. വെറുതെ എന്നും സമൂസ ചുറ്റുന്ന പണി മാത്രമല്ല ഉണ്ടാവുക, കിച്ചണിലും ഒരു പണിക്കാരനായിട്ട് നിൽക്കേണ്ടി വരും. തീർച്ചയായിട്ടും 12 മണിക്കൂറെല്ലാം ഡ്യൂട്ടി ഉണ്ടാവും. അതേപോലെ തന്നെ 140 ഒമാൻ റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. ഇതൊരു തീർത്തും ഫ്രീ വിസയാണ്. നിലവിൽ നിങ്ങൾ ഒമാനിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും നാട്ടിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള വിസക്ക് നിങ്ങൾ പൈസ കൊടുക്കേണ്ടതായിട്ടില്ല. ഇവിടെ നാട്ടിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്ത് പോകേണ്ടി വരും. ഓക്കെ, പക്ഷെ വിസക്ക് പൈസ ഉണ്ടാവുകയില്ല. ഇതിലേക്ക് 21-നും 40-നും ഇടയിൽ പ്രായമുള്ള ആളുകളെയാണ് വേണ്ടത്. നിങ്ങൾക്ക് സമൂസ ചുറ്റാൻ അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ഗൾഫ് എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. റെസ്റ്റോറന്റിലോ ബേക്കറിയിലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് വഴി നിങ്ങളെ ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ഒമാനിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസി ഡാറ്റ എൻട്രി കം അതേപോലെ തന്നെ റിസീവർ പോസ്റ്റിലേക്കാണ്. ഡാറ്റ എൻട്രി കം റിസീവർ പോസ്റ്റിലേക്കാണ് ഒമാനിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസി. ഇത് ഒമാനിലേക്ക് ഒരു വെജിറ്റബിൾ ഹോൾസെയിൽ ഷോപ്പിലേക്കാണ്. അതായത് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, ചെറിയ ചെറിയ വെജിറ്റബിൾ ഷോപ്സ് കാര്യങ്ങളല്ലേ, അവർക്കൊക്കെ വെജിറ്റബിൾസ്, പച്ചക്കറി സെയിൽ ചെയ്യുന്ന ഷോപ്പിലേക്ക്, ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഡാറ്റ എൻട്രി കം റിസീവർ പോസ്റ്റിലേക്ക്. ഡാറ്റ എൻട്രി അറിയണം, അതേപോലെ തന്നെ റിസീവറിന്റെ ജോബ് കാര്യങ്ങളെല്ലാം അറിയണം, അതേപോലെ തന്നെ ബില്ലിംഗ് അറിയണം, ചെറുതായിട്ട് അക്കൗണ്ട്സ്, ഭയങ്കരമായിട്ട് അക്കൗണ്ടിങ് അറിയണം എന്നില്ല, ചെറുതായിട്ട് അക്കൗണ്ട്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയണം. +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള, അത് നാട്ടിൽ എക്സ്പീരിയൻസ് ആയാലും മതി. +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നാട്ടിൽ നിങ്ങൾക്ക് മിനിമം 2 വർഷത്തെങ്കിലും സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡാറ്റ എൻട്രി, റിസീവർ, ബില്ലിംഗ്, അതേപോലെ ചെറുതായിട്ട് അക്കൗണ്ട്സ് ഭയങ്കരമായിട്ട് അറിയുന്ന ആളാവണമെന്നില്ല. കേവലം ഒരു ബേസിക് രീതിയിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഉള്ള ഒരാളെയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. നമ്മൾ CV കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നവരെ അവർ സെലക്ട് ചെയ്യും.
ഇതിലേക്ക് 30 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു യുവാവിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ, സെലക്ട് ചെയ്യുകയുള്ളൂ. അതേപോലെ തന്നെ 180, 170 അല്ലെങ്കിൽ 180 ഒമാർ റിയാലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. 180 ഒമാർ റിയാലിന്റെ ഉള്ളിലാണ് സാലറി ഉണ്ടാവുക. ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ അവൈലബിൾ ആണ്. മാസത്തിൽ 4 ദിവസം ഹാഫ് ഡേ ലീവ് ആയിരിക്കും ഉണ്ടാവുക. ഹാഫ് ഡേ ആണ്, നിങ്ങൾക്ക് മാസത്തിൽ 2 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസമോ ഫുൾ ഡേ ലീവ് കിട്ടില്ല. 4 ദിവസം ഹാഫ് ഡേ ലീവ് ഉണ്ടാവും. ഇനി ഫുൾ ഡേ ലീവ് ഒക്കെ ചോദിക്കുന്നവരാണെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. കാരണം അക്കൗണ്ട്സ് അതുപോലെ ഡാറ്റ എൻട്രി റിസീവ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ആൾ നിങ്ങളാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക, ഫുൾ ഡേ ലീവ് കിട്ടാനൊക്കെ ചാൻസ് വളരെ കുറവായിരിക്കും ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പൊ 4 ദിവസം ഹാഫ് ഡേ ലീവ് നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും. ഇതും 1 മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. ഇന്റർവ്യൂ ഉണ്ടാവുകയില്ല, CV സെലക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള +2 അല്ലെങ്കിൽ BCom ക്വാളിഫിക്കേഷനുകളുള്ള ഈ ഒരു ഡാറ്റ എൻട്രി റിസീവർ പോസ്റ്റുകളിൽ എക്സ്പീരിയൻസ് ഉള്ള 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുക, നിങ്ങൾ ഒരു കാരണക്കാരനായി മാറുക. നമുക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി ഒമാനിലേക്ക് ഒരു റെസ്റ്റോറന്റിലേക്കാണ്. മലയാളി റെസ്റ്റോറന്റിലേക്ക് വെയിറ്റർമാരെ ആവശ്യമുണ്ട്. 3 പേരെയും കൂടെ ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് വെയിറ്റർ ആയിട്ട് ആവശ്യമുണ്ട്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള, അതേപോലെ തന്നെ 21നും 30നും ഇടയിൽ പ്രായമുള്ള മലബാർ ജില്ലകളിലുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു കോഫി ഷോപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, സെയിം കാര്യങ്ങളെല്ലാം അതന്നെ വരുന്നത്. അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വേണം. മലബാർ ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 30 വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം, 21 to 30 വരെ ആയിരിക്കണം പ്രായം. ബേസിക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ മതി. ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആളുകളായിരിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ അറിഞ്ഞാൽ മതി. കൂടാതെ 120 ഒമാർ റിയാൽ തന്നെയാണ് ഇവിടെയും സാലറി വരുന്നത്. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. 2 വർഷത്തെ വിസയാണ്. നിങ്ങൾക്ക് വീക്ക്ലി മന്ത്ലി ഓഫ് കാര്യങ്ങൾ ഉണ്ടാവില്ല. കോഫി ഷോപ്പിലേക്കും ഈ ഒരു കാര്യങ്ങളില്ല, വീക്ക്ലി മന്ത്ലി ഓഫ് കാര്യങ്ങളില്ല. മെഡിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കാമെന്നേ ഉള്ളൂ. 2 വർഷത്തെ വിസയാണ് വരുന്നത്. മലയാളി ഷോപ്പാണ്, മലയാളീസിനായിരിക്കും വർക്കേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ 9539 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്.